ജാസ്മിൻ, പലതവണയായി പറയുന്നു, മൈക്ക് തിരിക്കുക. അതെന്തൊരു മാറ്റിട്ട് സംസാരിക്കണടാ? ഇത്ര പ്രാവശ്യം പറയണം, ഉറങ്ങാൻ സമയമില്ലല്ലോ, പിന്നെന്തോന്നു? നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ലൈവ് അപ്ഡേറ്റ് ആണ്. എന്താ ചെയ്യലേ, നിങ്ങൾ കണ്ടില്ലൊരു ക്ലിപ്പ് ഇപ്പോൾ ജസ്റ്റ് കുറച്ച് മുന്നേ നടന്നൊരു സംഭവമാണ്. എത്ര പ്രാവശ്യം ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ചിലപ്പോൾ ഈ ഒരു വികാരം എങ്ങനെയായിരിക്കും അല്ലേ? നമ്മൾ പറയുന്നതിന് ഇനി സദാചാരം അത് ഇതെന്ന് പറയാതിരിക്കുക ദയവ് കേട്ടോ. കാരണം ഒരുപാട് കമൻസ് കണ്ടു നമ്മൾ സദാചാരക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, എന്താ ഒരു ആണിനും പെണ്ണും ഒരുമിച്ചിരുന്നൂടെ എന്നൊക്കെ തോന്നും. പക്ഷെ സീരിയസ്ലി വീട്ടുകാർക്ക് വരെ ഇത് തോന്നിയതുകൊണ്ടാണ് ബാപ്പ അത് വിളിച്ചു പറഞ്ഞതും ഇങ്ങനെ സംഭവം ഉണ്ടായതും ഒക്കെ ഉണ്ടായത്. എന്നിട്ട് പോലും നിർത്താൻ പരിപാടിയില്ല എന്നുണ്ടെങ്കിലോ 2 ദിവസം മുന്നേ പിന്നെ ഇവർക്ക് എന്ത് പറയാനാണോ, എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് മുട്ടി നിൽക്കുന്നത് മനസ്സിലാവണില്ല. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നു, എന്താ വെച്ചാൽ മൈക്ക് ഇടാണ്ട് പറയാലോ. അപ്പോൾ എന്തോ സംഗതി ഗബ്രീനോട് ജാസ്മിൻ ജാഫറിന് പറയാനുണ്ട്. അതിങ്ങനെ മുട്ടി നിന്നിട്ട് തോന്നുന്നുണ്ട് മൈക്ക് ഇടാതെ. വീണ്ടും ഇപ്പോൾ ഞാൻ ലൈവ് നോക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ രണ്ടാളും കൂടി ബെഡിൽ കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് ആ സമയത്ത് അവർ തൊട്ടപ്പുറത്ത് ബെഡിൽ കിടക്കുന്നുണ്ടോ. ബെഡിൽ കിടന്നുകൊണ്ട് ഇവള് പോസ്റ്റ് കിടക്കണം, അവർക്ക് തണുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവൻ ഗബ്രി എങ്ങനെയെങ്കിലും ഇവരെ നീപ്പിച്ചെടുത്തുക. എങ്ങനെ എന്തിൻ്റെ കടിയാ അവനെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നീ എണീറ്റിരിക്കുന്നു പറഞ്ഞിട്ട് പുറകേ കൂടെ ഈ കോഴികളുടെ പിന്നാലൊക്കെ പോവാൻ അങ്ങനെ കുറുകുറു പറഞ്ഞ് കൂടുന്ന അതേ സെറ്റപ്പിലാണ് ഇവൻ പുറകെ കൂടിക്കൊണ്ടിരിക്കുക ജാസ്മിൻ ജാഫർ. എന്നിട്ട് അവസാനം ഒരു പോങ്ങൻ എണ്ണവൻ 1, 2, 3, 4, 5 വരെ ഞാൻ എണ്ണുന്നു പറഞ്ഞിട്ട് അവസാനം 4 എത്തിയിട്ട് ഈ കുട്ടികളൊക്കെ കളിക്കുന്നവർ 4:15, 4:30, 4:45 എന്നൊക്കെ പറഞ്ഞിരിക്കുക. 4:45 ബിഗ് ബോസിന് ഏകദേശം മനസ്സിലായി സംഗതി സീന് വഷളാവാനുള്ള പോക്കാണെന്നുള്ളത്. ബിഗ് ബോസ് അവിടെ ലൈവിൽ പരസ്യം കൊണ്ടുവന്നിട്ടു. അങ്ങനെ എന്താ ബാക്കി ഉണ്ടായത് നമ്മൾ കണ്ടില്ല. ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ശരണ്യയും ഋഷിയും തമ്മിൽ അവിടെ നടക്കുന്ന സംസാരത്തിനിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ജാസ്മിൻ മൈക്ക് ധരിക്കാന്ന്. നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു ക്ലിപ്പ്. അപ്പോൾ മൈക്ക് ഇടാതെ എന്തോ ഒരു സംഭവം ഇവൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ജാസ്മിൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡായിട്ട് മൈക്ക് ഇടാതെ ഇതുപോലുള്ള പരിപാടി കാണിക്കുന്നത്. ഇത്ര അധികം ആൾക്കാർ പുറത്തുനിന്ന് പറഞ്ഞിട്ടും അതിനുള്ളിലോട് പറഞ്ഞിട്ടും ബാപ്പ വിളിച്ച് പറഞ്ഞ് ഹിൻഡ് കൊടുത്തിട്ടും നിർത്താൻ പരിപാടിയില്ലെങ്കിൽ എന്താണ് അസുഖം എന്നുള്ളത്. ഇനി ദയവീത് നമ്മളെ പെടലേക്ക് ആരും കയറാതിരിക്കുക. നമ്മൾ കണ്ടത് മാത്രമേ പറയുന്നുള്ളൂ, കാണാത്തതൊന്നും പറയുന്നില്ല, ഒന്നും കൈന്നിട്ടൊരു സംസാരിക്കുന്നോ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ കണ്ട സംഗതി തന്നെയാണ്. അതൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലിപ്പ് ആദ്യം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. സാധാരണഗതിയിൽ ഈ ക്ലിപ്പൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ക്ലിപ്പ് ഇടാൻ കാരണം വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയുന്ന സമയത്ത് ലൈവ് കാണാത്ത ആൾക്കാർ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഫാൻസ് വന്നിട്ട് നമ്മളെ വെറുതെ പൊങ്കാലിടും. പക്ഷെ പൊങ്കാലിടാൻ വരേണ്ട, സംഗതി നടന്നത് തന്നെയാണ്. എത്ര ആയിക്കഴിഞ്ഞാലും പഠിക്കില്ലെങ്കിൽ ഇത് അസുഖം വേറെയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.